നമസ്കാരം. ഭഗവാൻ മഹാവിഷ്ണുവിന്റെ ദിവ്യദേശങ്ങളിലെ മൂർത്തികളിൽ 4 ഒരേയിടത്തിൽ ദർശിക്കാവുന്നതും ജീവിതത്തിൽ ഭക്തർ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെയുള്ള 4 പെരുമാൾമാരെയും ദർശിച്ചാൽ പാപങ്ങൾ നീങ്ങി യോഗം സിദ്ധിക്കും എന്ന് സ്ഥലപുരാണത്തിൽ പരാമർശിക്കുന്നതുമായ ഒരു മലക്കോവിലിനെ പറ്റി മനസ്സിലാക്കാം. ക്ഷേത്രം അരുൾമിகு നീർവണ്ണ പെരുമാൾ തിരുക്കോവിൽ തിരുനീർമല. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ ചെങ്കൽപ്പട്ട് ജില്ലയിൽ ചെന്നൈ പല്ലാവരം പമ്മലിന് അരികിലുള്ള തിരുനീർമലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഭഗവാൻ മഹാവിഷ്ണു, നീർവണ്ണ പെരുമാൾ, രംഗനാഥ പെരുമാൾ, ശാന്ത നരസിംഹർ, ത്രിവിക്രമ പെരുമാൾ എന്നീ 4 നാമങ്ങളിൽ 4 രൂപങ്ങളിൽ അനുഗ്രഹം ചൊരിയുന്നു. ദേവി മഹാലക്ഷ്മി, അണിമാമലർ മങ്കെ, രംഗനായകി എന്നിങ്ങനെയും അറിയപ്പെടുന്നു. തിരുനീർമല എന്നത് ഏകദേശം 300 അടി ഉയരത്തിലുള്ള ഒരു ചെറുമലയാണ്. മലയുടെ അടിവാരത്തിലും മുകളിലുമായി 2 വലിയ വിഷ്ണു ക്ഷേത്രങ്ങളുണ്ട്. ഇവിടുത്തെ പ്രധാന പ്രത്യേകത എന്തെന്ന് വെച്ചാൽ കീഴ്ക്കോവിലിൽ നീർവണ്ണ പെരുമാൾ നിൽക്കുന്ന രൂപത്തിലും മേൽക്കോവിലിൽ രംഗനാഥ പെരുമാൾ ശയന രൂപത്തിലും ശാന്ത നരസിംഹർ ഇരിക്കുന്ന രൂപത്തിലും ത്രിവിക്രമ പെരുമാൾ നടക്കുന്ന രൂപത്തിലും ദർശനം തരുന്നു എന്നതാണ്. വൈഷ്ണവരുടെ 108 ദിവ്യദേശങ്ങൾ അല്ലെങ്കിൽ 108 വൈഷ്ണവ തിരുപ്പതികൾ എന്നറിയപ്പെടുന്ന പ്രശസ്ത വിഷ്ണു ക്ഷേത്രങ്ങളിൽ 61ാമത്തേതാണ് ഈ ക്ഷേത്രം. പ്രശസ്ത വിഷ്ണുഭക്തരായ 12 ആഴ്വാറുകളിൽ തിരുമങ്കയാഴ്വാരും ഭൂതത്താഴ്വാരും ചേർന്ന് 20 ബാസുരങ്ങൾ അവരുടെ കവിതാ സമാഹാരമായ 4000 ദിവ്യപ്രബന്ധത്തിൽ പാടിയിരിക്കുന്നു. ദ്വാപരയുഗത്തിൽ അഹോബിലവും തിരുനീർമലയും ഉണ്ടായിരുന്നതായി ക്ഷേത്രത്തിന്റെ സ്ഥലപുരാണത്തിൽ പരാമർശമുണ്ട്. മഹാഭാരത ഇതിഹാസത്തിൽ കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞപ്പോൾ അനേകം ജീവനുകൾ മരണപ്പെട്ടതിന്റെ പാപം മാറാനായി അർജുനൻ തന്റെ ഗാണ്ഡീവത്തോടെ ഇവിടെ വന്ന് തപസ്സനുഷ്ഠിച്ചതിനാൽ മൂലികകൾ നിറഞ്ഞ ഈ മലയ്ക്ക് ഗാണ്ഡീവവനം, ഗാണ്ഡീവാരണ്യം എന്നെല്ലാം നാമം വന്നു. 3 യുഗങ്ങളിൽ ദേവന്മാരും ഋഷികളും ചെയ്ത യാഗങ്ങളിൽ അഗ്നിദേവനെ ഇടതടവില്ലാതെ ആഹുതി അർപ്പിച്ച് അഗ്നിദേവന്റെ വയറ് സ്തംഭിച്ചു. അഗ്നിദേവൻ പെരുമാളോട് പോയി അലമുറയിട്ടു. ഭഗവാൻ അഗ്നിദേവനോട് ഗാണ്ഡീവവനത്തിൽ പോയി പച്ചിലമൂലികകൾ പറിച്ച് ഭക്ഷിച്ചാൽ വയറിന്റെ അസുഖങ്ങൾ മാറിക്കിട്ടും എന്നുര ചെയ്തു. വേഗം തന്റെ വയറിന്റെ പ്രശ്നങ്ങൾ ഗുണമാവണം എന്ന ചിന്തയിൽ അഗ്നിദേവൻ ഗാണ്ഡീവവനത്തിലുള്ള മൂലികച്ചെടികൾ ഒരില വിടാതെ പറിച്ചു ഭക്ഷിച്ചു. അതിനാൽ ആ സ്ഥലം മരുഭൂമിയായി വെപ്പാലമരങ്ങൾ മാത്രം ബാക്കിയായി. അതാണ് ഈ ക്ഷേത്രത്തിലെ സ്ഥലവൃക്ഷം. ജലദോഷം, പനി എന്നീ അസുഖങ്ങൾക്ക് ഇത് നല്ല മരുന്നായി പ്രവർത്തിക്കുമെന്നും പറയപ്പെടുന്നു. മരങ്ങൾ ഇല്ലാത്തതിനാൽ വനത്തിൽ ചൂടുകൂടി. അവിടെ തപസ്സിരിക്കുകയായിരുന്ന മുനിമാർക്ക് ഉഷ്ണം താങ്ങാനായില്ല. അവർ ഭഗവാൻ മഹാവിഷ്ണുവിനോട് സങ്കടം പറഞ്ഞു. പെരുമാൾ വർണ്ണഭഗവാനെ വിളിച്ച് നല്ല മഴ പെയ്യിക്കാൻ ഉത്തരവിട്ടു. വർണ്ണദേവൻ മലയെ മുങ്ങുന്ന തരത്തിൽ കൊടും മഴ പെയ്യിച്ചു. ഈ മലയ്ക്ക് തോയാദ്രി ക്ഷേത്രം എന്നെല്ലാം നാമമുണ്ട്. തോയ എന്നാൽ ജലം, അദ്രി എന്നാൽ മല. നീരാൽ ചൂഴപ്പെട്ട് ഈ മല മധ്യത്തിൽ ഇരിക്കുന്നതിനാൽ ഈ മലയ്ക്ക് തിരുനീർമല എന്നും ഇവിടെയുള്ള മൂലവർക്ക് നീർവണ്ണ പെരുമാൾ എന്നും നാമം വന്നു. ഇവിടെയുള്ള ഭഗവാന് നീലനിറമേനി ഉള്ളതിനാൽ നീലവണ്ണ പെരുമാൾ എന്നൊരു നാമവും പ്രചാരത്തിലുണ്ട്. ഒരു നാൾ പെരുമാളെ ദർശിക്കാൻ 12 ആഴ്വാറുകളിൽ ഒരാളായ തിരുമങ്കയാഴ്വാർ വന്നപ്പോൾ മലയ്ക്ക് ചുറ്റും ജലം തങ്ങി നിന്നതിനാൽ അദ്ദേഹത്തിന് മലയിലേക്ക് കയറാൻ സാധിച്ചില്ല. കാത്തിരുന്ന് സ്വാമിയെ ദർശിച്ചിട്ടേ പോകൂ എന്ന് മനസ്സിലുറപ്പിച്ച് അദ്ദേഹം അടുത്തുള്ള മലയിൽ താമസിച്ചു. ഏകദേശം 6 മാസങ്ങൾക്ക് ശേഷം വെള്ളം കുറഞ്ഞ് അദ്ദേഹം മലയിലേക്ക് ചെന്നപ്പോൾ ഭഗവാൻ മഹാവിഷ്ണു അദ്ദേഹത്തിന് നീർവണ്ണ പെരുമാളായി ദർശനം കൊടുത്തു. തിരുമങ്കയാഴ്വാർക്ക് ആദ്യം ദർശനം കൊടുത്ത ദേവി മഹാലക്ഷ്മി ആഭരണമായി പൂക്കൾ ധരിച്ചിരുന്നതിനാൽ തിരുമങ്കയാഴ്വാർ ദേവിയെ അണിമാമലർ മങ്കയെന്ന് വാഴ്ത്തി പതികം പാടിയ ശേഷമാണ് ഭഗവാന് ബാസുരം പാടിയത് എന്നാണ് കഥ. ശിവക്ഷേത്രങ്ങളിലെ ശിവലിംഗത്തെ സ്വയംഭൂ എന്ന് പറയുന്നത് പോലെ താനെ ഉദ്ഭവിച്ച പെരുമാൾ കോവിലുകളെ സ്വയംവ്യക്ത ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നു. സ്വയംവ്യക്ത ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുനീർമല. ഈ ക്ഷേത്രം സന്ദർശിക്കുന്നതിലൂടെ തിരുനരയൂർ, തിരുവാലി, തിരുക്കുടന്തെ, തിരുക്കോവലൂർ ദിവ്യദേശങ്ങൾ ഒരേ സമയം സന്ദർശിച്ച ഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം. ഭഗവാന്റെ അഷ്ടശയന തിരുക്കോവിലുകളിൽ തിരുനീർമലയും ഒന്ന്. ശ്രീവില്ലിപുത്തൂരിൽ വടഭദ്രശയനം, തിരുവള്ളൂരിൽ വീരശയനം, തിരുക്കടൽമല്ലയിൽ തലശയനം, തിരുക്കുടന്തയിൽ ഉത്തരായന ശയനം, തിരുപ്പുള്ളാണിയിൽ ദർഭശയനം, ശ്രീരംഗത്തിൽ ഭുജംഗശയനം, തിരുച്ചിത്രകൂടത്തിൽ ഭോഗശയനം, തിരുനീർമലയിൽ മാണിക്യശയനം. സാധാരണഗതിയിൽ ക്ഷേത്രങ്ങളിൽ കൊടിമരവും ബലിപീഠവും രാജഗോപുരത്തിന്റെ അതേ വരിയിൽ കാണാറുണ്ട്. എന്നാൽ കീഴ്ക്കോവിലിൽ നീർവണ്ണ പെരുമാൾ സന്നിധിക്കെതിരിൽ കൊടിമരവും ബലിപീഠവും രാജഗോപുരവും ശ്രീരാമസന്നിധിക്കെതിരിലുമാണ്. അങ്ങനെ 2 ഭഗവാന്മാർക്കുമായി ഭാഗിക്കാൻ കാരണമായ കഥ ഇപ്രകാരം. രാമായണം രചിച്ച വാത്മീകി മഹർഷി ഒരുനാൾ തിരുനീർമലയിൽ വന്നപ്പോൾ ശയനകോലത്തിൽ രംഗനാഥരെയും ഇരുന്ന കോലത്തിലുള്ള ശാന്തനരസിംഹരെയും നടന്ന കോലത്തിലുള്ള ത്രിവിക്രമ പെരുമാളെയും ഇരിക്കുന്ന രൂപത്തിലുള്ള രംഗനായകി തായാരെയും ദർശിച്ചു. പക്ഷേ അദ്ദേഹം തേടി വന്ന അദ്ദേഹത്തിന്റെ രാമൻ അവിടെ ഉണ്ടായിരുന്നില്ല. തിരുമണക്കോലത്തിൽ രാമനെ ദർശിക്കണമെന്ന് ആഗ്രഹിച്ച അദ്ദേഹം സങ്കടത്തോടെ മലയിറങ്ങി കീഴെ വന്ന് തപസ്സിരുന്നു. മഹർഷിയുടെ ദുഃഖം കണ്ട് ഭഗവാൻ മഹാവിഷ്ണുവിന്റെ മനസ്സലിഞ്ഞു. രംഗനാഥസ്വാമി ശ്രീരാമനായും ആദിശേഷൻ ലക്ഷ്മണനായും ലക്ഷ്മി ദേവി സീതയായും ശംഖുചക്രങ്ങൾ ഭരതനും ശത്രുഘ്നനുമായും ഗരുഡൻ ഹനുമാനായും വിശ്വക്സേനൻ സുഗ്രീവനായും മാറി.
വാത്മീകി മഹർഷിക്ക് വിവാഹ രൂപത്തിൽ ശ്രീരാമൻ ദർശനം കൊടുത്തു. മഹർഷി ആനന്ദചിത്തനായി ഭഗവാനെ ഇവിടെ കുടികൊള്ളാൻ അപേക്ഷിച്ച പ്രകാരം ഭഗവാൻ ഇവിടെ കുടികൊണ്ടു എന്നാണ് കഥ. ഇവിടം വാത്മീകി ക്ഷേത്രമെന്നും അറിയപ്പെടുന്നു. അപ്രകാരം ഈ ക്ഷേത്രത്തിലെ സന്നിധിയിൽ ഭഗവാൻ ശ്രീരാമൻ സീതാദേവിയോടും സഹോദരന്മാരോടുമൊപ്പം വിവാഹ രൂപത്തിൽ അനുഗ്രഹം ചൊരിയുന്നു. സന്നിധിക്കുള്ളിൽ സ്വയംഭൂവായ വാത്മീകി മഹർഷിയുമുണ്ട്. തിരുമണക്കോലമായതിനാൽ ആഞ്ജനേയരുടെ പ്രതിഷ്ഠ പുറത്തെ മണ്ഡപത്തിലാണ്. കീഴ്ക്കോവിലിലെ തോയാദ്രി വിമാനത്തിന് കീഴെ കരുവറയിൽ മൂലവർ ഭഗവാൻ മഹാവിഷ്ണു നീർവണ്ണ പെരുമാൾ എന്ന നാമത്തിൽ കിഴക്ക് ദർശനമായി നിൽക്കുന്ന രൂപത്തിൽ അനുഗ്രഹം ചൊരിയുന്നു. തിരുമങ്കയാഴ്വാർക്ക് ദർശനം കൊടുത്ത മൂർത്തിയാണിത്. ക്ഷേത്രത്തിൽ പ്രത്യേകം സന്നിധിയിൽ ദേവി മഹാലക്ഷ്മി അണിമാമലർ മങ്കെ എന്ന നാമത്തിൽ കുടികൊള്ളുന്നു. ക്ഷേത്രത്തിൽ 12 ആഴ്വാറുകൾക്കും ആണ്ടാൾ നാച്ചിയാർക്കും സന്നിധിയുണ്ട്. 3.5 ഏക്കറിൽ നീരാഴി മണ്ഡപത്തോടെയാണ് ക്ഷേത്രതീർത്ഥം. കുംഭകോണത്തുള്ള മഹാമഹകുളത്തിൽ അനേകം തീർത്ഥങ്ങൾ സംഗമിച്ചിട്ടുള്ളതുപോലെ നീർവണ്ണപ്പെരുമാളുടെ സ്വർണ്ണപുഷ്കരണിയും മേൽക്കോവിലിലെ രംഗനാഥസ്വാമിക്കായുള്ള ക്ഷീരതീർത്ഥവും ശാന്തനരസിംഹരുടെ കാരുണ്യതീർത്ഥവും ത്രിവിക്രമ പെരുമാളുടെ സിദ്ധതീർത്ഥവും ഈ ക്ഷേത്രകുളത്തിൽ സംഗമിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഈ തീർത്ഥം രോഗനിവാരണിയാണെന്നും വിശ്വാസമുണ്ട്. ഏകദേശം 200 പടികളുണ്ട് മേൽക്കോവിലിലേക്ക്. കുറച്ച് പടികൾ കയറി മേലെ പോയാൽ വലതുഭാഗത്ത് ആഞ്ജനേയർ സന്നിധി. മേൽക്കോവിലിൽ മുൻവശത്ത് 4 മണ്ഡപം, ബലിപീഠം, കൊടിമരം, ഗരുഡാഴ്വാർ സന്നിധി, എതിരിൽ ശ്രീരംഗനാഥർ സന്നിധി. ഭഗവാൻ ശ്രീരംഗത്ത് എങ്ങനെയാണോ ശയിക്കുന്നത് അതേപോലെ ഭൂദേവി ശ്രീദേവി തായാരോടൊപ്പം രംഗവിമാനത്തിന് കീഴെ ആദിശേഷന്റെ മേൽ തെക്ക് ദർശനമായി യോഗശയനത്തിലാണ് മൂലവർ രംഗനാഥർ. നാഭിയിൽ ബ്രഹ്മദേവനുമുണ്ട്. പ്രത്യക്ഷം ഭൃഗു മാർക്കണ്ഡേയ മഹർഷിമാർ. ഇവിടെ മൂലവർക്ക് തിരുമഞ്ജനം ഇല്ല. വർഷത്തിൽ ഒരു പ്രാവശ്യം കാർത്തിക മാസത്തിൽ മാത്രമാണ് തൈലക്കാപ്പ്. ഭഗവാൻ ഇവിടെ കുടികൊള്ളാനുണ്ടായ കഥ ഇപ്രകാരം. ഭൃഗു മഹർഷിയും മാർക്കണ്ഡേയ മഹർഷിയും ശ്രീരംഗത്തെത്തി ശ്രീരംഗനാഥരെ ദർശിച്ചു വരുന്ന വഴി തിരുനീർ മലയിലെത്തി. അവർക്ക് ശ്രീരംഗത്തെ പെരുമാളെ കണ്ട് മതി വന്നിരുന്നില്ല. വീണ്ടും ആ ദർശനം കാണണമെന്നാഗ്രഹിച്ച് അവർ തിരുനീർ മലയിൽ വെപ്പാല മരത്തിന് കീഴിൽ തപസിരുന്നു. അവർക്കായി ഭഗവാൻ ശ്രീരംഗത്തെ പെരുമാളെ പോലെ കിടന്നുകൊണ്ട് ദർശനം കൊടുത്ത് അവരുടെ അപേക്ഷ പ്രകാരം ഇവിടെ കുടികൊണ്ടു എന്നാണ് പറയുന്നത്. സാധാരണ പെരുമാൾ കോവിലുകളിൽ മൂലവമൂർത്തിക്ക് മുന്നിലുള്ള മണ്ഡപത്തിലോ ഉത്സവമൂർത്തികൾ വയ്ക്കാറുണ്ട്. എന്നാൽ രംഗനാഥരുടെ ഉത്സവമൂർത്തി അഴകിയ മണവാളരെ കീഴ്ക്കോവിലാണ് വച്ചിരിക്കുന്നത്. ചിത്തിര ബ്രഹ്മോത്സവത്തിന് കൊടിയേറ്റുമ്പോഴും കൊടിയിറക്കുമ്പോഴും പങ്കുനി ഉത്രത്തിന് തിരുക്കല്യാണത്തിനും മാത്രമാണ് 3 നാൾ ഉത്സവരെ മലക്കോവിലേക്ക് എഴുന്നള്ളിക്കുന്നത്. മലക്കോവിലുള്ള രംഗനാഥർക്ക് ചിത്തിരയിലും കീഴ്ക്കോവിലുള്ള നീർവണ്ണ പെരുമാൾക്ക് പങ്കുനി മാസത്തിലും ബ്രഹ്മോത്സവം നടക്കും. ചിത്തിര ബ്രഹ്മോത്സവത്തിന്റെയും പങ്കുനി ബ്രഹ്മോത്സവത്തിന്റെയും 9-ാം നാളും വൈകുണ്ഠ ഏകാദശി പിറ്റേന്നാളും തീർത്ഥനീരാട്ട് നടക്കും. ഈ വൈഭവത്തെ മുക്കോടി ഏകാദശി എന്ന് പറയും. ബ്രഹ്മോത്സവത്തിൽ രംഗനാഥർ 7 വാഹനങ്ങളിൽ ഒരേ നാളിൽ എഴുന്നള്ളുന്നു. പൂജാരി പെരുമാളുടെ പാദത്തിൽ നിന്ന് ശിരസ് വരെ പടിപ്പടിയായി കാണിക്കുന്ന ദീപാരാധന സൂര്യപൂജയായി കണക്കാക്കുന്നു. ക്ഷേത്രങ്ങളിൽ നരസിംഹമൂർത്തി ഉഗ്ര നരസിംഹരായും ലക്ഷ്മി നരസിംഹരായും ദർശനം തരുന്നത് സാധാരണം. എന്നാൽ ഇവിടെ നരസിംഹമൂർത്തി ശാന്തവിമാനത്തിന് കീഴെ ശാന്തനായി ബാലനായി കിഴക്ക് ദർശനമായി ഇരിക്കുന്ന രൂപത്തിൽ ദർശിക്കാം. ഹിരണ്യ സംഹാരത്തിനായി ഭഗവാൻ മഹാവിഷ്ണു നരസിംഹാവതാരം എടുത്തപ്പോൾ അത് കണ്ട് പേടിച്ചു കരഞ്ഞ കുട്ടിയായ പ്രഹ്ലാദനു വേണ്ടി ഭഗവാനും ബാലരൂപത്തിൽ ദർശനം തരുന്നു. അതിനാലാണ് ബാലനരസിംഹർ. ഈ സന്നിധിക്ക് പിൻവശത്തായി 2 കരങ്ങളോടെ നരസിംഹമൂർത്തിയുമുണ്ട്. ഇടത് ചൂണ്ടുവരൽ ഉയർത്തി കാണിച്ചിട്ടുള്ള ഈ പ്രതിഷ്ഠയിൽ ശംഖുചക്രങ്ങളില്ല. പ്രഹ്ലാദൻ പേടിച്ചു കരഞ്ഞത് കണ്ട് കാരുണ്യമൂർത്തിയായി നരസിംഹർ കണ്ണീർ പൊഴിച്ചതാണ് കാരുണ്യതീർത്ഥം എന്നാണ് പറയുന്നത്. വേറൊരു സന്നിധിയിൽ മഹാബലി ചക്രവർത്തി കൊടുത്ത 3 അടി മണ്ണിൽ ഉലകം അളന്ന ത്രിവിക്രമ പെരുമാളായി ഭഗവാൻ നടക്കുന്ന രൂപത്തിലുള്ള കിഴക്ക് ദർശനമായിട്ടുള്ള പ്രതിഷ്ഠയാണ്. ശാന്ത നരസിംഹരും ഉലകളന്ത പെരുമാളും അവതാരോദ്ദേശം കഴിഞ്ഞ് വൈകുണ്ഠത്തിലേക്ക് തിരിച്ചു പോകാൻ ഒരുങ്ങുന്ന സമയമാണ് ഈ ദർശനം എന്നാണ് പറയുന്നത്. നരസിംഹമൂർത്തിക്ക് ആണിമാസത്തിലും ത്രിവിക്രമ പെരുമാൾക്ക് ആടിയിലും ഒരു നാൾ ഉത്സവം നടത്തുന്നു. അന്നേ ദിവസം ഇരുവരുടെയും ഉത്സവമൂർത്തികളെ അടിവാരത്തിലേക്ക് എഴുന്നള്ളിച്ചു കൊണ്ടുപോയി ഗരുഡസേവയിൽ പങ്കുകൊള്ളിക്കും. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പൗർണമി ഗിരിവലം വളരെ പ്രസിദ്ധമാണ്. ക്ഷേത്രത്തിൽ രംഗനായകി തായാർ പ്രത്യേകം സന്നിധിയിൽ അനുഗ്രഹം ചൊരിയുന്നു. പ്രകാരത്തിൽ ആണ്ടാൾക്കും ആദിശേഷനും സന്നിധിയുണ്ട്. ചിത്തിരമാസം ഉത്രത്തിന് നീർവണ്ണപ്പെരുമാൾക്കും അണിമാമലമങ്കെ തായാർക്കും പങ്കുനി ഉത്രത്തിന് രംഗനാഥർ രംഗനായകി തായാർക്കും തിരുക്കല്യാണം നടക്കുന്നു. 2 കാല പൂജകളാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. കീഴേക്കോവിലിലും മേലേക്കോവിലിലും പൂജാസമയം ഒരുപോലെയാണ്. പൂജാസമയം രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ, വൈകുന്നേരം 4 മണി മുതൽ രാത്രി 8 മണി വരെ. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ താമ്പരത്ത് നിന്ന് 10 കിലോമീറ്റർ, പല്ലാവരത്ത് നിന്ന് 5 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ പല്ലാവരം. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.